ന്യൂയോർക്കിൽ പുതുചരിത്രമെഴുതി ഇന്ത്യൻ വംശജൻ സൊറാൻ മംദാനി മേയറായി തിരഞ്ഞെടുക്കപ്പെട്ടു. ന്യൂയോർക്ക് സിറ്റിയുടെ ചരിത്രത്തിലെ ആദ്യ മുസ്ലിം മേയറാണ് 34-കാരനായ സൊറാൻ മംദാനി. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ കടുത്ത എതിർപ്പിനെ മറികടന്നാണ് മുൻ ഗവർണർ ആൻഡ്രൂ ക്യൂമോയെ പരാജയപ്പെടുത്തി മംദാനി മേയർ പദം ഉറപ്പിച്ചത്. To every New Yorker, whether you voted for me, for one of my opponents, or felt too disappointed by politics to vote at all, thank you for the opportunity to prove myself worthy of your trust. I will wake each morning with a singular purpose: to make this city better for you than it was the day before. There are many who thought this day would never come. In this new age we make for ourselves, we will refuse to allow those who traffic in division and hate to pit us against one another. In this moment of political darkness, New York will be the light. ബാലറ്റിൽ തന്റെ പേരില്ലാത്തതും ഷട്ട്ഡൌണും തിരിച്ചടിയായി എന്നാണ് ഡൊണാൾഡ് ട്രംപിന്റെ പ്രതികരണം. ഇന്റർനാഷണൽ ന്യൂസ് ഡെസ്കിൽ നിന്ന് പി ജെയിംസ് ഉണ്ട് തത്സമയം വിവരങ്ങളുമായി. പി ജെയിംസ്, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് അനുജ. ഹായ്. ഇതിപ്പോൾ നമുക്കറിയാം പുതിയ ആശയങ്ങളുമൊക്കെയായിരുന്നു അദ്ദേഹം തെരഞ്ഞെടുപ്പ് രംഗത്തേക്ക് എത്തിയത്. അവിടെ വലിയ ഭീഷണിയുണ്ടായിരുന്നു ഡൊണാൾഡ് ട്രംപിന്റെ ഭാഗത്ത് നിന്ന് ഫണ്ട് വെട്ടിക്കുറയ്ക്കും എന്നുള്ളതടക്കം. പക്ഷേ അതിനെയൊന്നും വകവയ്ക്കാതെ ജനങ്ങൾ വലിയ പിന്തുണ നൽകി മംദാനി മേയറായി തെരഞ്ഞെടുക്കപ്പെട്ടു. എത്രത്തോളം പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അവിടെ സംഭവിച്ചിട്ടുള്ളത്? അനുജ, ഒരുപക്ഷെ അമേരിക്കൻ രാഷ്ട്രീയത്തിലെ ഒരു പുതുയുഗ പിറവി എന്ന് പറയേണ്ടി വരും. കാരണം പുതിയ തലമുറ 1 ലക്ഷം വോളണ്ടിയർമാർ ഒറ്റക്കെട്ടായി നിന്ന് പ്രവർത്തിച്ചാണ് പരമ്പരാഗത രാഷ്ട്രീയ നേതാക്കളെ, പ്രത്യേകിച്ച് ആൻഡ്രൂ കുമോവിനെ പോലെയുള്ളൊരു രാഷ്ട്രീയ പാരമ്പര്യമുള്ള വലിയ കുടുംബത്തിൽ നിന്ന് വരുന്നവരെ അട്ടിമറിച്ചുകൊണ്ട് ജാതിക്കും മതത്തിനും രാഷ്ട്രീയത്തിനൊക്കെ അപ്പുറത്തായി ചെറുപ്പക്കാരനായ ഒരു മേയറെ ജയിപ്പിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. അതൊരു പക്ഷേ ന്യൂനപക്ഷ സമുദായത്തിൽപ്പെട്ട മുസ്ലിമായിട്ട് ഒരു മേയർ ന്യൂയോർക്കിൻ്റെ, അമേരിക്കയുടെ ഏറ്റവും വലിയ നഗരത്തിൻ്റെ തലപ്പത്ത് വരുന്നു എന്നുള്ളത് പ്രത്യേകതയുണ്ട്. അദ്ദേഹം പറഞ്ഞ ഒരു വാക്കുണ്ട്, ഇറ്റ്സ് എ ലൈറ്റ് ഇൻ ന്യൂയോർക്ക് എബവ് ദ പൊളിറ്റിക്കൽ ഡാർക്ക്നെസ്. രാഷ്ട്രീയമായ ഇരുട്ടിനുമേൽ പ്രകാശത്തിൻ്റെ ഒരു വിജയം എന്ന രീതിയിലാണ് ന്യൂയോർക്ക് അതിൻ്റെ പ്രകാശത്തിൻ്റെ വഴികാട്ടിയായി മാറുന്നു എന്നാണ്. ഒരുപക്ഷെ ചെറുപ്പക്കാരുടെ ഇടയിൽ ഉണ്ടായിട്ടുള്ള വലിയൊരു വികാരം, പ്രത്യേകിച്ച് അമേരിക്ക ഷട്ട് ഡൗണിലാണ്, അടച്ചുപൂട്ടലിലാണ്, വലിയ രീതിയിലുള്ള വിലക്കയറ്റം, സാധാരണക്കാർക്ക് ജീവിക്കാൻ പറ്റാത്ത അവസ്ഥ, 10,000-കണക്കിന് ആൾക്കാർക്ക് തൊഴിൽ നഷ്ടപ്പെടുന്നു. ഡൊണാൾഡ് ട്രംപ് കഴിഞ്ഞ തവണ ജയിച്ചു വന്നെങ്കിലും അദ്ദേഹത്തിൻ്റെ ഈ പിടിവാശിയും അമേരിക്കയുടെ ആഭ്യന്തര രാഷ്ട്രീയത്തിലുള്ള ഇടപെടൽ മൂലമുണ്ടായിരിക്കുന്ന അടച്ചുപൂട്ടലുമൊക്കെ സാധാരണക്കാരായിട്ടുള്ള അമേരിക്കക്കാരെ വല്ലാതെ രോഷാകുലരായിരിക്കുന്നു. അതിൻ്റെ ശക്തമായിട്ടുള്ള തിരിച്ചടിയാണ് അവിടെ സംഭവിച്ചിരിക്കുന്നത്. എന്തായാലും ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം വലിയ അഭിമാനിക്കാവുന്ന കാര്യമാണ്. ഇന്ത്യയുടെ പ്രശസ്തയായിട്ടുള്ള സിനിമാ സംവിധായകയും നിർമ്മാതാവുമായിട്ടുള്ള മീര നായരുടെ മകൻ, ഒപ്പം തന്നെ ഉഗാണ്ടയിൽ നിന്നാണ് വരുന്നതെങ്കിലും ഗുജറാത്ത് മുസ്ലിം കുടുംബത്തിൽ നിന്ന് പോയ ഒരു കുടുംബത്തിൽപ്പെട്ട ഒരു ഉഗാണ്ടൻ ഇന്ത്യക്കാരനാണ് മുഹമ്മദ് മംതാനി, അദ്ദേഹത്തിൻ്റെ പിതാവ്. അതുകൊണ്ട് രണ്ടുപേരും ഇന്ത്യൻ വംശജരാണ്. ആ തരത്തിൽ തന്നെ ഇന്ത്യൻ ഒറിജിനായിട്ടുള്ള ഇന്ത്യൻ വംശജനായിട്ടൊരാൾ മേയർ സ്ഥാനത്ത് എത്തുന്നു എന്നുള്ള പ്രത്യേകത ഇന്ത്യക്കുണ്ട്. എന്ന് മാത്രമല്ല, വെർജീനിയയിൽ തിരഞ്ഞെടുക്കപ്പെട്ട ആളും തീർച്ചയായിട്ടും ഒരു ഇന്ത്യൻ വംശജനാണ്. അപ്പോൾ ഇന്ത്യൻ വംശജർക്ക് കൂടുതൽ പ്രാധാന്യം ലഭിക്കുന്നു. ഡൊണാൾഡ് ട്രംപ് ഒരുപക്ഷെ ഇന്ത്യക്കെതിരെ ഇറക്കുമതി തീരുവ കൊണ്ടുവരികയും ചങ്ങലക്കിട്ട് ഇന്ത്യക്കാരെയൊക്കെ തിരിച്ചയക്കുകയും ചെയ്യുമ്പോൾ കുടിയേറ്റക്കാരനായിട്ടുള്ള ആള് ഇതാ അവിടെ മേയറായിട്ട് വന്ന് തിരിച്ചടി നൽകിയിരിക്കുകയാണ്. അതാണ് ഇതിൻ്റെ ഒരു പ്രസക്തി. അമേരിക്കയെ ഒരു വെളുത്ത വംശജരും കറുത്ത വംശജരും അല്ലെങ്കിൽ മറ്റു കുടിയേറ്റക്കാരും എന്ന് വേർതിരിച്ച് കുടിയേറ്റ വിരുദ്ധ വികാരമുണ്ടാക്കി വലിയ രീതിയിലുള്ള ഒരു വിഭജനം ഉണ്ടാക്കാൻ ശ്രമിച്ച അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെതിരെയുള്ള അതിശക്തമായിട്ടുള്ള ഒരു വികാരമാണ് ഉണ്ടായിരിക്കുന്നത്. അനുജ, ട്രംപിന്റെ മറുപടി തന്നെ കണ്ടോളൂ. എൻ്റെ പേരില്ലായിരുന്നു, ട്രംപിന്റെ പേരിലാണ് അവരൊക്കെ മത്സരിച്ചത്. വെർജീനിയയിൽ, അതുപോലെ തന്നെ ന്യൂജേഴ്സിയിൽ, പല സംസ്ഥാനങ്ങളും എല്ലാം പരാജയപ്പെട്ടു. ഒരു റിപ്പബ്ലിക്കൻ സ്ഥാനാർത്ഥി പോലും ട്രംപിന്റെ പാർട്ടിയിൽപ്പെട്ടവർ ജയിച്ചതായി ഇതുവരെ റിപ്പോർട്ട് വന്നിട്ടില്ല. അതിൻ്റെ അർത്ഥം അമേരിക്കയിലാകെ വലിയ ഈ വിലക്കയറ്റത്തിനും അടച്ചുപൂട്ടലിനുമെതിരെയുള്ള ഒരു വലിയത് ട്രംപിന്റെ നയങ്ങൾക്കെതിരെയുള്ളൊരു തിരിച്ചടി, ഒരുപക്ഷെ ലോകം മുഴുവൻ നന്നാക്കാൻ നടക്കുകയും സ്വന്തം നാടിനെ വിസ്മരിക്കുകയും ചെയ്ത ട്രംപിന് നേരെയുള്ള അതിശക്തമായ തിരിച്ചടിയാണ് സംഭവിച്ചിരിക്കുന്നത്. എന്ന് മാത്രമല്ല, അമേരിക്കൻ രാഷ്ട്രീയത്തിൽ ഇപ്പോൾ 2028 പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് വരുന്നത്. അടുത്ത വർഷം
മറ്റേ ഹൗസിലേക്കും കോൺഗ്രസിലേക്കൊക്കെ ഉള്ള തെരഞ്ഞെടുപ്പുണ്ട്. അപ്പോൾ അതൊക്കെ വരുന്ന സമയത്ത് ഇതൊരു വലിയ സൂചനയാണ്. പക്ഷേ ഡെമോക്രാറ്റിക് പാർട്ടി ജയിച്ചെങ്കിൽ അവർക്ക് വലിയതുണ്ട്. അവരുടെ ഇത് ഫാർ ലെഫ്റ്റ് ആയിട്ടുള്ള ആൾക്കാരാണ് കൂടുതൽ ജയിച്ചുകൊണ്ടിരിക്കുന്നത്. ബേർണി സാൻഡേഴ്സിനെ പോലുള്ള ഇതിൽപ്പെട്ടവർ. ആൻഡ്രൂ കുമോമോ ട്രംപിന്റെ ഏറ്റവും വലിയ എതിരാളിയും ശത്രുവുമായിരുന്നു. കുമോമോയെ യഥാർത്ഥത്തിൽ ഗവർണർ സ്ഥാനത്ത് നിന്ന് സ്ത്രീ വിഷയത്തിന്റെ പേരിൽ പുറത്താക്കാൻ മുമ്പിൽ നിന്ന ആളാണ് ട്രംപ്. തോൽക്കുന്നു കണ്ടപ്പോൾ ട്രംപ് തന്റെ സ്ഥാനാർത്ഥിയെ തള്ളിപ്പറഞ്ഞ് കുമോവിനെ സപ്പോർട്ട് ചെയ്തു. അപ്പോൾ ഡെമോക്രാറ്റും റിപ്പബ്ലിക്കൻസും ഒരുമിച്ച് നിന്ന് മംതാനിയെ തോൽപ്പിക്കാൻ ശ്രമിച്ചെങ്കിൽ ഈ ചെറുപ്പക്കാരുടെ ഒരു വലിയ വികാരത്തിൽ അതൊന്നും ചെയ്തില്ല. 51% വോട്ട് നേടിയാണ് അദ്ദേഹം വിജയിച്ചത്. 40% വോട്ടാണ് ആൻഡ്രൂ കുമോവിന് ലഭിച്ചത്. റിപ്പബ്ലിക്കൻ പാർട്ടി സ്ഥാനാർത്ഥിക്ക് 8% വോട്ട് മാത്രമാണ് ലഭിച്ചിട്ടുള്ളത്. അപ്പോൾ ഇന്ത്യക്കാരുടെ ഒരു എമർജൻസ് കാണുന്നു. അമേരിക്കയിലെ രാഷ്ട്രീയത്തിനും മതത്തിനും കുടിയേറ്റ വികാരത്തിനൊക്കെ എതിരായിട്ട് എന്താ പറയുക, ഒറ്റപ്പെട്ടു പോയ അമേരിക്കൻ സമൂഹം ലോക മുഖ്യധാരയിലേക്ക് വരുന്നതിൻ്റെ സൂചന കൂടിയായിട്ട് ഈ തെരഞ്ഞെടുപ്പിനെ കാണേണ്ടി വരും. എന്ന് മാത്രമല്ല, അദ്ദേഹത്തിന്റെ പ്രസംഗം ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ആ ചെറുപ്പക്കാരുടെ വലിയൊരു ആവേശമുണ്ട് അനുജ. പ്രത്യേകിച്ച് അദ്ദേഹം പ്രഖ്യാപിച്ചിരിക്കുന്ന പല പദ്ധതികളും, ഫ്രീ ആയിട്ട് ബസ്സിൽ യാത്ര, ഒപ്പം തന്നെ അവിടെ വിലക്കയറ്റം നേരിടാനായിട്ട് നമ്മുടെ മാവേലി സ്റ്റോറുകൾ പോലെ അവിടെ സർക്കാർ അല്ലെങ്കിൽ മേയറുടെ നേതൃത്വത്തിൽ നഗരത്തിൽ തന്നെ സ്റ്റോറുകൾ വരുന്നു. സാധാരണക്കാരനെ സഹായിക്കുന്ന ഒരു കാര്യം കൂടി പറഞ്ഞിരിക്കുന്നത്, ഇവിടെ കറുത്ത വംശജയായി സിംഗിൾ മദറായിട്ട് ഗ്രോസറി ഷോപ്പിലേക്ക് കടന്നു പോകുന്ന പാവപ്പെട്ട സ്ത്രീകൾ, അതുപോലെ തന്നെ ഇവിടെ കുടിയേറ്റത്തിൻ്റെ പേരിൽ പുറത്താക്കപ്പെടുന്നവർ, സമൂഹത്തിൻ്റെ മുഖ്യധാരയിൽ നിന്ന് പിന്തള്ളപ്പെട്ടവർ, അവരുടെ കൂടെയാണ് ഞാൻ എന്ന് പറഞ്ഞുകൊണ്ടുള്ള പ്രഖ്യാപനം ഒരുപക്ഷെ അമേരിക്കയെ വലിയ രീതിയിൽ അവരുടെ ചിന്തകളെ തീ പിടിപ്പിക്കുന്നതാണ്. ഒരുപക്ഷെ ഒരു പുതിയ ഐഡിയോളജിയുമായിട്ട് ഡെമോക്രാറ്റിക് സോഷ്യലിസ്റ്റ് എന്നാണ് അദ്ദേഹം അറിയപ്പെടുന്നത്. എന്തായാലും അമേരിക്കയിൽ പുതിയ ചരിത്രം സൃഷ്ടിക്കുകയാണ് മംതാനിയും അദ്ദേഹത്തിന്റെ സംഘവും. അതാണ് ഡൊണാൾഡ് ട്രംപിന് കനത്ത തിരിച്ചടിയാണ്. ന്യൂജേഴ്സിയിലും വെർജീനിയയിലും ഉൾപ്പെടെ ഡെമോക്രാറ്റിക് സ്ഥാനാർത്ഥികൾ വിജയിച്ചിരിക്കുന്നു എന്നുള്ളത്. ഇത് ന്യൂയോർക്കിനെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യൻ വംശജനാണ്, കൂടാതെ ആദ്യ മുസ്ലിം മേയറാണ്. അങ്ങനെ അദ്ദേഹത്തിന്റെ ആശയങ്ങൾ, അദ്ദേഹം മുന്നോട്ട് വെച്ച വാഗ്ദാനങ്ങൾക്ക് വലിയ സ്വീകാര്യത ലഭിച്ചിരിക്കുന്നു. അദ്ദേഹം പ്രസംഗിക്കുമ്പോൾ, അഭിസംബോധന ചെയ്ത് തെരഞ്ഞെടുക്കപ്പെട്ടതിന് ശേഷം സംസാരിക്കുമ്പോൾ അടുത്ത തലമുറയ്ക്ക് നന്ദി എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം തുടങ്ങിയത്. PP ജെയിംസ് ആണ് ഇന്റർനാഷണൽ ന്യൂസ് ഡെസ്കിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.